നമ്മളോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് അവന് ചെയ്യുമെന്ന്. അപ്പം അവൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പോകാം സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. Of power, deception, and cosmic horror. To ascend is to defy fate. To falter is to be devoured by the unknown. Welcome to Lord of the Mysteries. നമ്മൾ നോക്കുന്ന ലോർഡ് ഓഫ് ദ മിസ്റ്ററീസ് എന്ന് പറയുന്ന ഒരു കിടിലം ചൈനീസ് ആനിമയാണ്. അപ്പോൾ ഈ ഒരു ആനിമേനെ പറ്റി പറയുകയാണെങ്കിൽ 2025 ബെസ്റ്റ് ആനിമേഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ താമസിക്കുന്ന ഷിയോ മിങ്റോ എന്ന് പറയുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിൽ മുറോട്ടി എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റായിട്ട് മാറുന്നു. താനെങ്ങനെ ഇവിടെ എത്തിയെന്ന് മനസ്സിലാകാത്തതിൽ അവൻ അവിടുന്ന് സർവേ ചെയ്യുന്നു. പിന്നീടുണ്ടാകുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പോകാം കഥയിലോട്ട്. ഒരു ആനിമേറ്റേഴ്സ് ജനസിൻ്റെ ഈ ലോകത്ത് മനുഷ്യർ മാന്ത്രികമായിട്ടുള്ള ശക്തികൾ നേടിയിരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് 22 വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇവർ 9 നിന്നും തുടങ്ങി നമ്പർ കുറയുന്നതനുസരിച്ച് പവേഴ്സ് കൂടും. അങ്ങനെയാണെങ്കിൽ മണ്ണിലുള്ളവരെ ദൈവത്തിൻ്റെ പാത ഉപയോഗിക്കും. അങ്ങനെ വിളിക്കുന്നവർക്ക് പേരാണ് ഡിവൈസ്. 1349 സെപ്റ്റംബർ 9 അങ്ങനെ ഒരു ചർച്ചിൽ വെച്ച് ഒരു ലേഡി പ്രസവിക്കുന്നു. അങ്ങനെ പ്രസവിക്കുമ്പോഴാണ് നീരാൽ പോലത്തെ കൈ വന്ന് പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ പറയുകയാണ്, ഈ ലോകം റിയലല്ല, ഈ ലോകത്ത് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും ഈ ലോകത്ത് ദൈവങ്ങൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആളുകൾ വെറുതെ പറയുന്നു. ദൈവത്തിന് വേണ്ടി ഒരാൾ സംസാരിക്കുമ്പോൾ അവനെ ഒരാൾ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ അവനും ദൈവികമായിട്ടുള്ള എല്ലാവരും കൂടി അവനെ വെളി നൽകുന്നു എന്നൊരാൾ വോയിസ് ഓവർ പറയുന്നു. ഫ്ലൈറ്റ് പോകുന്നത് കാണിക്കുന്നു. പിന്നീട് എന്തോ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. അവൻ്റെ മേത്തേക്ക് എന്തോ കയറുന്നു. ഇതൊന്നും റിയലല്ല എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വർഷം 1349 28 ആയിരുന്നു ജൂൺ. പെട്ടെന്ന് അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇതെന്താണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്ന? പെട്ടെന്ന് ഒരു ഗണ്ണും കാണുന്നു. പിന്നെ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ തലക്കൊരു ഓട്ട കാണുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈലാകുന്നുമുണ്ട്. പിന്നെ അവൻ്റെ ഓർമ്മകൾ വരുന്നു. ഉറങ്ങിന്നെന്തോ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ണാടി നോക്കുമ്പോൾ വേറൊരു മുഖമാണ് കാണുന്നത്. എന്താ എൻ്റെ ഒരു 2ാം ജന്മമാണോ എന്നവൻ ചിന്തിക്കുന്നു. ആരൊക്കെ എവിടേക്കോ ഏതോ വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ നോക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോലീസുകാർ വരുന്നു. 2 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ വെസ്റ്റൽസിലെ ഒരു സ്റ്റുഡൻ്റാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. ഹ്യൂമൻ സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു ഹ്യൂമനെ ബലി കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ മരിച്ചു കിടക്കുന്ന ഈ പയ്യൻ അവൻ്റെ ഒരു ക്ലാസ്മേറ്റാണ്. അവൻ്റെ ഫാമിലി എല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവൻ സിബ്ലിങ്സിൻ്റെ കൂടെയാണ്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു പയ്യനാണ്. അവൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണ്. ടിങ്കൻ എന്ന് പറയുന്ന ഒരു സിറ്റിയെ താമസിക്കുന്ന മൊറോക്കോ എന്ന് പറയുന്ന ഒരു പയ്യൻ. അതിനുമായിട്ടുള്ള എർമച്ചിലും ഫേസ് പാക്കിലും നല്ലൊരു 20 ബെൽജിയനെ കാണാൻ വന്നു. അവിടെ വെച്ചിട്ട് ബെൽജിയൻ നോട്ട്ബുക്കായിട്ട് കാണാൻ പറ്റി. അതിലുണ്ടായിരുന്ന റൈറ്റ് ഞങ്ങൾ ഡീകോഡ് ചെയ്തു. അപ്പോൾ മനസ്സിലായത് അതിൻ്റെ ഡേറ്റർ ഒരു ആൻറ്റിക്കോണി ഫാമിലിയിൽപ്പെട്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ ജൂൺ 21, 22, 24, 25 അങ്ങനെ ദ യൂറോ ദ ഓണർ ഏതോ പറവിൽ 26 ഈ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിയലായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. ജൂൺ 28 അപ്പോൾ 27 എന്ന് വന്നിട്ടൊന്നും അങ്ങനെ ആ പേജിലും പറയുന്നുണ്ട്. അതിൽ ഏതോ ഭാഷയിൽ അങ്ങനെയെങ്കിൽ അന്ന് എന്തോ സംഭവം നടക്കുന്നുണ്ട്, അന്ന് ഞാനും കൊല്ലപ്പെടും. അതെന്താ അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിൽ ചിന്തിക്കണം. അപ്പോൾ ബിൽ എന്ന് വിളിക്കുന്നുണ്ട് അവൻ്റെ അനിയത്തിയായിരുന്നു അത്. അപ്പോൾ ചോദിക്കുകയാണ്, നീ ഉറങ്ങാതെ ഇവിടെ കിടന്നിട്ട് പുസ്തകം വായിക്കുമായിരുന്നു എന്ന്. അപ്പോൾ പറയുകയാണ്, അല്ല, ഞാൻ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ, ഇപ്പോഴാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അവിടെ നടന്നു പോകുമ്പോൾ എൻ്റെ തലമുറ മുറിയുണ്ടായിരുന്നു, ആ കണ്ണ് ഏറ്റ് ഞാൻ കൊല്ലപ്പെട്ടിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. പല കാര്യങ്ങളും മിന്നു അറിയുന്ന പോലെ അവൻക്ക് ഓർമ്മയുണ്ടെങ്കിലും
അങ്ങനെ ഇരിക്കെയാണ് അവൻ്റെ ചിന്തയിലോട്ട് ഒരു കാര്യം വരുന്നത്. അവൻ ഏതോ ഒരു സ്ഥലത്ത് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാജിക് റിച്വൽ അവൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് അവൻ ഈ ബോഡിയിലേക്ക് വന്നിട്ടുണ്ടാകാം എന്ന് അവൻ ചിന്തിക്കുകയാണ്. അവനെ വിളിച്ചു. അവൻ അങ്ങനെ വരികയാണ്. അവൾക്ക് സ്കൂളിൽ പോകാനുണ്ട്. അതുകൊണ്ട് ഈ ബ്രെഡ് ചൂടാകും, ഇത് പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് പറയാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കാം, നീ ഇവിടെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറയാൻ ചെയ്യുന്നത്. അവൻ വീണ്ടും ആ റിച്വൽ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്നും ബ്രെഡ് മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അവൻ ആരും ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അവൻ ഏതോ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതും, നിങ്ങളെവിടെ എത്തുമെന്ന് എനിക്കറിയാം, പറയൂ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ അവനെ ഫോളോ ചെയ്തിരുന്ന ആൾ അവിടെ കാണുന്നതും വേറൊരാളെ കണ്ട് അയാൾ പോവുകയാണ് ചെയ്യുന്നത്. പറയൂ, ഇവിടെ വന്നിരിക്കൂ, നിങ്ങൾക്കുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവനെ അവിടെ പോയിരിക്കുകയാണ്. അവൻ്റെ ഫാസ്റ്റും ഫ്യൂച്ചറും എല്ലാം അറിയണമെങ്കിൽ അവൻ അവിടെ തന്നെ പോയിരിക്കുകയാണ് ചെയ്ത്. അവൻ്റെ മുന്നിലേക്ക് 3 കാർഡുകൾ നീട്ടാണ്. ഏതാ നിനക്ക് ആദ്യം അറിയേണ്ടതെന്ന്. എനിക്കിപ്പോൾ അറിയേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥകളാണ് എന്ന് പറയണേ. അങ്ങനെ അവനോടൊരു കാർഡ് എടുക്കാൻ പറഞ്ഞതും അതിലുണ്ടായിരുന്ന വാചകം "ഇത് ഫുൾ" എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതെല്ലാത്തിനും തുടക്കമെടുക്കുമോ എന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പോൾ ഒരാൾ ഉള്ളിലേക്ക് വന്നിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രസ്സുകൾ എടുത്ത് എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന റിയലല്ല, ഫേക്കാണ് എന്നവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടുന്ന് ഒരാൾ വരുന്നതും അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവൻ്റെ റിച്വൽ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. കുറേ ബ്രെഡുകൾ മേടിച്ചിരുന്നു. അത് അവൻ്റെ കോർണറിലായിട്ട് വെക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ സർക്കിളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൻ അവിടേക്ക് റൊട്ടേറ്റ്, അതായത് സൂചി പോലത്തെ ക്ലോക്ക് മാർക്ക് അവൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവനൊരു വാചകം ചൊല്ലുകയാണ്, ദ ചർച്ചിൽ വർജി എന്ന്. അങ്ങനെ അവൻ ആ വാചകം ചിരിച്ചു കഴിഞ്ഞതും അവിടെ നിന്ന് പശുക്കളെല്ലാം പറന്നു പോവുകയാണ്. അവൻ എഴുതിയിരുന്ന വാചകത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ആ വാചകം മാഞ്ഞു പോകും. പിന്നീട് അവൻ്റെ തല പൊട്ടുന്നതായിട്ട് വരികയാണ്. അങ്ങനെ അവൻ്റെ വേറെ ലോകത്തേക്ക് എത്തുകയാണ്. ചുവപ്പും നീലമായിട്ടുള്ള കളറുകൾ കാണാം. അങ്ങനെ അവൻ ആ സീൻ കട്ട് ചെയ്ത വേറെ സ്ഥലത്തും ഇതേമാതിരിക്കുള്ള 2 ചുവപ്പും നീലും കാണാം. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളാണോ? ഞാൻ 2 പേര് അവിടെ എത്തുന്നു. സാർ, ഞാനെവിടെ എന്ന് ചോദിക്കണേ. അങ്ങനെയെങ്കിൽ അവനക്ക് പോലും അറിയില്ല അവനവിടെയാണ്. നിങ്ങളാണോ ദ ടിക്കറ്റ് ബില്ലിൻ്റെ ഓണർ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു മാൻഷൻ ഉണ്ടാകണം, അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ടെമ്പിൾ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നിടത്ത് ആ ടെമ്പിൾ വരികയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതെന്തും ഇവിടെ സാധിക്കാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൻ ഒരു ചെയറും അതുപോലെ തന്നെ ഒരു സംഭവം കൊണ്ടുവരാൻ. സാർ, ഞാനിപ്പോൾ എവിടെ വന്ന് പറയാൻ പറ്റുമോ, നിങ്ങൾ പേരെന്താ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവൻ മിങ്കുറിയാണോ ടിങ്കുറാണോ എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. എൻ്റെ പേരാണ് മിസ്റ്റർ ഫൂൾ എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവരെ ആ ഒരു കശാലയിൽ ഇരുത്താണ് ചെയ്യുന്നത്. അങ്ങനെ അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. നിങ്ങളെ ഞാൻ തൽക്കാലം ഇങ്ങോട്ട് വിളിച്ചതാണ്, നിങ്ങൾക്കിപ്പോൾ പോകാം എന്ന രീതിക്ക് അവൻ പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവർ പറയാൻ ചെയ്യുന്നത്, ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ, ഇത് നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നീട് അവനോട് ചോദ്യം ചോദിക്കുകയാണ്. ഇതുപോലെ ലിയോണ്ടറിനെ പറ്റിയിട്ട് പറയുന്നു. അതെന്ത് സാധനം എന്ന് എഴുതിക്ക് അവൻ നോക്കിയിട്ട് നേരെ, നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കുറച്ച് വിവരമുള്ള ഒരാളുണ്ട്, അവനോട് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിലിട്ട് കൊടുക്കും. ഗവർണറാവണമെങ്കിൽ ചർച്ച് ഓഫ് കോഴ്സും എന്ന സംഭവത്തിൽ നിങ്ങൾ ആഡ് ചെയ്യണം എന്ന് പറയാൻ ചെയ്യുന്നത്. ഗവർണറാവാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെ ആയവരും നിലവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രീഡം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നീ റോയലോ എന്തെങ്കിലും ആയിരിക്കണം എന്ന് പറയണോ? അങ്ങനെയെങ്കിൽ വേറെ വഴിയൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അടുത്തൊരു ഫോർച്യൂൺസ് ഉണ്ട്. ഈ 2 ഫോർച്യൂൺസും കേട്ടോ എന്നിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടും ഒന്നും മനസ്സിലായില്ല. പിന്നെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, ഇതെന്ത് തേങ്ങാണെന്നൊക്കെ മനസ്സിലാവുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ 2 പവറും എന്തോ ഒരു വലിയൊരു പവറാണ്. ഈ സീക്വൻസും ഈ സംഭവങ്ങളൊക്കെ എന്തായിരിക്കും? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു കോർഡിനേറ്റുമായിട്ടുള്ള ഒരു കരാറുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കരാറിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്.
ഓഫ് കോഴ്സ് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്നെക്കാട്ടിയും എല്ലാവരും കാട്ടിയും ഒരു കൂടുതൽ പവറുണ്ട് എന്ന് പറയാൻ ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് രണ്ടാകും ഉള്ളൊരു സംഭവം നിങ്ങൾ വിട്ടു തരണം എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവത്തിന് മുന്നിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടാകും. എൻ്റെ സീക്രട്ട് അവരറിയാതിരിക്കണമെങ്കിൽ എനിക്കത് വിട്ടുകൊടുത്തേ പറ്റൂ. ശരി എന്ന് പറയാൻ ചെയ്യണമെങ്കിൽ എല്ലാവരും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ 3 മണിക്ക് ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാകും. ഈ ഒരു സീക്രട്ട് ആരും പറയരുത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കോഡ് വെച്ചാലോ എന്ന് പറയാണ്. നല്ലൊരു ഐഡിയ. അങ്ങനെയെങ്കിൽ അവൻ്റെ വാതിലിൻ്റെ ആരും മുട്ടുന്നു. നമ്മളെ കോഡ് നെയിം ജഡ്ജസ് എന്നാണ്. എന്നാൽ അക്കാഡമി എന്ന് വിളിച്ചോളൂ എന്ന് പറയാൻ ചെയ്യുന്നത്. അവൻ്റെ തല എന്തോ കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ച ഇവിടെ വെച്ച് മതി, ഇനി നാളെ ആകട്ടെ എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വാതിൽ ആരോ മുട്ടുന്ന കേൾക്കുന്നു. ആരാ? ഞങ്ങൾ പോലീസാണ് എന്ന് പറയുന്നു. അവൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ അവൻ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുറക്കുകയാണ് വാതിൽ. അങ്ങനെ അവൻ എന്തായിട്ട് ഒരു ഓഫീസർ വരികയാണ്. അങ്ങനെ അവൻ്റെ 2 ഓഫീസർ വരുന്നു. അങ്ങനെ അവൻ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ ചെയ്യുന്നത്. അവന് ഒരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കിൽ വായിച്ചെന്ന അർത്ഥം വായിക്കുകയാണ്. എല്ലാവരും മരണപ്പെടും, ഇൻക്ലൂഡ് മീ. പെട്ടു എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ഞങ്ങൾക്ക് റിവോൾവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ റിവോൾവർ ഇവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നീ അവിടെ എത്തിയതായിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ ചെയ്യുന്നത്. അതെ, ശരിയാണ്. എൻ്റെ ഇവിടുന്ന് കിട്ടുകയാണെങ്കിലും ഞാൻ ഒരു റിവോൾവറായിട്ട് ഞാൻ മരണപ്പെടുന്നതായിട്ട് കണ്ടു. എന്നാൽ എനിക്ക് രാവിലെ എണീച്ചപ്പോൾ ഓരോ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. പക്ഷേ നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വെരിഫിക്കേഷൻ നടത്താം. അതിൽ നീ പറയുന്നത് ശരിയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടും എന്ന് പറയണേ. ആ ഭൂമിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇവർ വിചാരിച്ചൊക്കെ നടക്കും. നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഓഫീസർമാർ അവിടെ കൊണ്ടുപോവുകയാണ് അവനെ പുറത്തേക്ക്. ഞാൻ ആരാ എന്ന് ഇവർ കണ്ടുപിടിക്കുമോ എന്ന് ചെറിയൊരു പേടിയുണ്ട് അവൻ മനസ്സിൽ വിചാരിക്കണേ. അങ്ങനെ ആ ടൈം നോക്കിയിട്ട് ഒരു കുട്ടിയെ ഒരു ബ്രെഡ് മോഷൻ എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടീനെ പിടിക്കുമ്പോൾ എന്താണ് പറ്റിയ ടൈമെന്ന് കരുതി അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും വെള്ളം മുകളിൽ നിന്നും താഴോട്ട് വരുന്നു അവൻ്റെ മേത്തേക്ക്. അങ്ങനെ അവൻ്റെ മേത്ത് തട്ടിയട്ടിയിൽ നിൽക്കുമ്പോഴാണ് എല്ലാം അന്തരീക്ഷത്തിൽ ഷെക്കായി നിൽക്കുന്നു. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് അറിയാത്ത രീതിക്ക് അവൻ പേടിച്ചു കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അവൻ പേടിച്ചോടുന്നതും അവിടെയൊക്കെ പൊന്തുകയാണ്. അങ്ങനെ അവൻ പേടിക്കുന്നതും അവൻ അവിടെ നിന്ന് ഓടിയപ്പോൾ ഒരു കുതിര കൊണ്ട് കാണുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൂടെ എന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് ഒന്നും നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ എന്തായി പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ പോകുന്നത് ബെൽജിയുടെ ഓഫീസിലേക്ക് എന്ന് പറയാൻ ചെയ്യുന്നത്. അവനെ പിടിക്കുമെന്ന് ഒരു ഓഫീസറായിരുന്നു അത്. ഇത്ര കണ്ട് സ്വപ്നമായിരുന്നു, തല്ല വല്ലാത്ത സ്വപ്നമായിരുന്നു എന്ന് അവൻ പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ആ ഒരു ഓഫീസറെ കാണാൻ ചെയ്യുന്നത്. രണ്ടും കണ്ടെത്തിയ സന്തോഷം. രണ്ട് ഒരു നൈറ്റ് മോക്കാണ്. അവൻ്റെ ഒരു കാര്യത്തെ മാൽക്കുലേറ്റ് ചെയ്തു. അവനൊരു ഡിവെൻറ്ററാണോ എന്നവൻ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ എന്തോ സംഭവിക്കുന്നു. അങ്ങനെ ഒരു ലേഡി വന്നിട്ട് അവനെ പിടിക്കുകയാണ്. അവൻ പേടിക്കട്ട, ശവത്തിനോടാണ് കുറച്ച് ആക്രാന്തം എന്ന രീതിക്ക് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. നിന്നെ ഒന്നും ചെയ്യില്ല എന്നും അങ്ങനെ അവിടെ സീൻ കട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് അവൻ വന്ന് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ഡാഡി എന്നൊക്കെ പറയുകയാണ്. ഇത് നിൻ്റെ മൈൻഡാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇല്ല, ഒരിക്കലും അവർക്ക് അവിടെ കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ എന്താണ് എന്ന് അവൻ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഒരു സ്വപ്നമാണോ, ഇത് മോസ്കാണോ എന്ന് അവൻ നോക്കുകയാണ് ചെയ്യുന്നത്. ആൻറ്റി ഫോം ഫാമിലിയിൽ ആ നോട്ട് ബുക്ക് നീ എവിടെയാണ് വെച്ചത് എന്ന് ചോദിക്കുകയാണ്. നോട്ട് ബുക്കോ? എന്ത് നോട്ട് ബുക്ക്? എനിക്കൊന്നും അറിയില്ല എന്നവൻ പറയാൻ ചെയ്യുന്നത്.
അങ്ങനെയെങ്കിൽ അവർ മരണപ്പെടുമ്പോൾ നീ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു കൈക്കൊരു ഗണ്ണ് വന്നിട്ട് വെള്ളത്തിൽ നിന്നും ഗണ്ണ് വന്ന് അവനെ അവിടെ സീൻ കട്ടാവാണ്. ഒരു കാര്യമുണ്ട്, അവൻ സ്വയം വെടിവെച്ചു. ഇപ്പോഴും ഒരു കാര്യം പറയാനുണ്ട്, അവൻക്കും ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അവൾ ഒരു നോട്ട് ബുക്കുണ്ട്, ആ നോട്ട് ബുക്ക് കാണാതായിട്ടുമുണ്ട്. ആ നോട്ട് ബുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ എല്ലാവരും അപകടത്തിലാകും എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നീ എപ്പോഴും അപകടത്തിലാണ്, നിന്നെ എപ്പോഴും സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പിയറിനോടായിട്ട് നീ ഞങ്ങളുടെ കൂടെ ചേരുന്നു എന്ന് പറയുന്നിടത്ത് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഒന്നാമത്തെ എപ്പിസോഡ് എൻ്റെ ആണ്. രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വരും. അപ്പോൾ എത്ര IPL തെളിയിക്കുക. പിന്നെ നമ്മൾ ഒരു 100 സബിലേക്ക് എത്താനായിട്ടുണ്ട്. എല്ലാവരും സബ് ചെയ്യുക. അപ്പോൾ കഥ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.